കർത്താവിൽ പ്രിയരെ, വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ നിങ്ങൾക്കെന്റെ സ്നേഹാശംസകൾ. ക്രിസ്തു വരുമ്പോൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് ആരും അറിയില്ലല്ലോ. പരിശോധിച്ചു നോക്കൂ, ഒരു പ്രവാചകനും ഗലീലയിൽ നിന്ന് വരുന്നില്ല എന്ന് അപ്പോൾ മനസ്സിലാകും. അന്ന് വേദലിഖിതങ്ങളുടെ സഹായത്തോടെ ക്രിസ്തുവിനെ കണ്ടെത്താൻ ശ്രമിച്ചവർക്ക് അതിന് കഴിഞ്ഞില്ല. പ്രിയരെ, വിശപ്പുള്ളവനെ നിന്റെ അപ്പം നുറുക്കിക്കൊടുക്കുന്നതും അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിന്റെ വീട്ടിൽ ചേർത്ത് കൊള്ളുന്നതും നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുന്നതും നിന്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതിരിക്കുന്നതുമാണ് ദൈവത്തിന് പ്രസാദകരമായ നോമ്പ് എന്ന് നമുക്കറിയാം. എന്നിട്ടും ഉപവാസവും പ്രാർത്ഥനകളുമായി നോമ്പിന്റെ നാളുകളിൽ നമ്മൾ മുന്നോട്ടു പോകുമ്പോൾ നാം വേദലിഖിതങ്ങളിലൂടെ മാത്രമല്ല പ്രവൃത്തികളിലൂടെയും ദൈവത്തെ കണ്ടെത്തുവാൻ ശ്രമിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നത് നല്ലതാണ്. എന്തെന്നാൽ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ആത്മാവില്ലാത്ത ശരീരം പോലെ നിർജീവമാണെന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. അതെ, ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല. നിങ്ങളുടെ നീതി പ്രവൃത്തികൾ കറപുരണ്ട വസ്ത്രങ്ങൾക്ക് തുല്യമത്രേ എന്നിങ്ങനെയെല്ലാം വേദപുസ്തകം പറയുന്നുണ്ടെങ്കിലും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നന്മ ചെയ്തുകൊണ്ടും പിശാച് ബാധിച്ചവരെയൊക്കെയും വിടുവിച്ചും കൊണ്ട് ചുറ്റി സഞ്ചരിച്ചത് നാം മറന്നു പോകരുത്. അതുകൊണ്ടാണ് നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവനെ അത് പാപം തന്നെയെന്ന് വേദപുസ്തകം പറയുന്നത്. മാത്രമല്ല, വെളിപ്പാടിന്റെ പുസ്തകത്തിൽ സർവശക്തനായ ദൈവം ഓരോ സഭകൾക്കും എഴുതുമ്പോൾ നിന്റെ പ്രവൃത്തി ഞാൻ അറിയുന്നു എന്നിങ്ങനെ പറയുന്നത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. സ്നേഹിത, അന്ന് നിങ്ങളിൽ പാപമില്ലാത്തവൻ ഒന്നാമതവളെ കല്ലെറിയട്ടെ എന്നിങ്ങനെയുള്ള ക്രിസ്തു മൊഴികളിലൂടെ ഹൃദയത്തിന് കുത്തേറ്റവർ വേദലിഖിതങ്ങൾ പരിശോധിച്ചു നോക്കാനൊന്നും മുതിർന്നില്ല. സക്കായിയെ പോലെ അവർ തങ്ങളുടെ ദ്രവ്യാഗ്രഹവും ദുർനടപ്പും വിട്ടുതിരിഞ്ഞ് കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചുകൊണ്ട് യേശുവിൻ്റെ അരികിലേക്ക് ഓടിച്ചെന്ന് രക്ഷ പ്രാപിച്ചു. അങ്ങനെയെങ്കിൽ ഇന്ന് ക്രിസ്തുമൊഴികൾ നമ്മുടെ ഹൃദയങ്ങളെ കുത്തി മുറിവേൽപ്പിക്കുന്നില്ലെങ്കിൽ പാട്ടും പ്രാർത്ഥനയും വചന കേൾവിയും മാത്രമാണ് ആത്മീയ ജീവിതമെന്ന് നമ്മൾ കരുതുകയാണെങ്കിൽ നമ്മളും വേദലിഖിതങ്ങളിലൂടെ ദൈവത്തെ കണ്ടെത്താൻ ശ്രമിക്കുന്നവരാണെന്ന് പറയാം. ആകയാൽ ഈ നോമ്പിന്റെ നാളുകളിൽ വചനധ്യാനത്തോടൊപ്പം ക്രിസ്തുമൊഴികൾ നമ്മൾ പ്രമാണിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നത് നല്ലതാണ്. എന്തെന്നാൽ കേട്ടത് മറക്കുന്നവനല്ല, പ്രവർത്തിക്കുന്നവനാണ് പൂർണ്ണമായ നിയമത്തെ, അതായത് സ്വാതന്ത്ര്യത്തിന്റെ നിയമത്തെ സൂക്ഷ്മമായി ഗ്രഹിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക. തന്റെ പ്രവൃത്തികളിൽ അവൻ അനുഗ്രഹീതനാകും. യാക്കോബ് 1:25 എന്നല്ലേ വചനം പറയുന്നത്? ആകയാൽ ഈ നാളുകളിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ പാലിക്കും എന്ന ക്രിസ്തുമൊഴി നമുക്ക് മറക്കാതിരിക്കാം. വാക്കുകളിലൂടെയല്ല, പ്രവൃത്തികളിലൂടെ ലോകത്തിന് യേശുവിനെ കാണിച്ചു കൊടുക്കാം. അതെ, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നു എന്ന് പൗലോസിനെ പോലെ വിളിച്ചു പറയുവാൻ സാധിക്കുന്നതിനു വേണ്ടിയാകട്ടെ നമ്മുടെ നോമ്പും ഉപവാസവും. ഇനി അതിനുള്ള കൃപയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കാം. ആയതിനെ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ, ആശംസയോടെ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.